ഈ കാണുന്ന ഭാഗത്താണ് ഇന്ന് മീറ്റർ റീഡിംഗ് എടുക്കുക. ഈ വഴിയിൽ 2 വീടുകളുണ്ട്. നേരെ കാണുന്ന ഓടിട്ട കെട്ടിടം ഒരു ക്ലബ്ബ്, അത് മറ്റൊരു മീറ്റർ റീഡറാണ് റീഡിംഗ് എടുക്കുന്നത്. റീഡിംഗ് അങ്ങനെയാണ് മുന്നോട്ട് പോവുക. ഒരു ഭാഗം ഒരാളും തൊട്ടടുത്ത ഭാഗം വേറൊരാളും. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പട്ടിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. റോഡിലേക്ക് തിരിയും എന്ന് പ്രതീക്ഷിച്ച് പുള്ളി അവിടെ നിന്ന് മാറാതെ നിന്ന് പാവം പേടിച്ചു. ആ കാണുന്ന വാർക്ക വീട് കൂടി മറ്റൊരു മീറ്റർ റീഡറാണ് റീഡിംഗ് എടുക്കുക. ഈ വഴി താഴെയുള്ള വീടുകളാണ് നമുക്ക് റീഡിംഗ് എടുക്കേണ്ടത്. ഈ വഴിയിൽ 6 കണക്ഷനുകൾ റീഡിംഗ് എടുക്കുവാൻ. ഈ ഭാഗത്തുള്ള മിക്ക വീടുകളും ഇതുപോലെ മെയിൻ റോഡിൽ നിന്ന് അല്പം അകത്തേക്കായി മണ്ണിട്ട വഴി. ഈ മണ്ണിട്ട വഴിയുടെ ഇടതുഭാഗത്ത് കാണുന്ന വാഴക്കൃഷിക്ക് ഒരു മോട്ടോർ പുരയുടെ കണക്ഷൻ വേറെയുമുണ്ട്. കുഴൽക്കിണർ അടിച്ചാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഉയർന്ന പ്രദേശമാണ്. ഈ വഴിയിൽ ആ കാണുന്ന വീട് മാത്രമാണ് ഉള്ളത്. കുഴൽക്കിണറിന്റെ കണക്ഷൻ താഴെ കാണുന്ന വീടിന് സമീപത്തായ ആ വഴിക്ക് സമാന്തരമായി കിടക്കുന്ന മറ്റൊരു റോഡാണിത്. നേരെ കാണുന്ന പോസ്റ്റിന് സമീപത്തു കൂടി മറ്റൊരു തൊണ്ടു വഴിയുണ്ട്. ആ വഴി 2 വീലർ മാത്രമാണ് പോകുന്നത്. നടന്നു വരികയാണെങ്കിൽ ആദ്യം കണ്ട വഴിയിൽ നിന്നും ഈ തൊണ്ടിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ. ഈ തൊണ്ടിൽ 2 വീടുകൾ. നേരെ കാണുന്ന വാഴത്തോട്ടമാണ് നമ്മൾ അപ്പുറത്തെ വഴിയിൽ നിന്നും കണ്ടത്. ഇനി ചെന്നെത്തുന്ന വീട്ടിൽ 2 കറണ്ട് കണക്ഷനുകൾ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഈ പ്രദേശം അല്പം ഉയർന്നതാണ് എന്ന്. താഴെ കാണുന്ന പാടശേഖരത്തിന് സമീപമുള്ള മോട്ടോർ പുരകൾ നമുക്ക് റീഡിംഗ് എടുക്കുവാനുള്ളതാണ്. ഈ വഴിയിലൂടെ കുത്തനെ താഴേക്ക് ഇറങ്ങിയാലാണ് പാടശേഖരത്തിന് സമീപത്തേക്ക് എത്തുക. ഒരു കിണർ കണ്ടു കഴിഞ്ഞാൽ എത്തി നോക്കുക എന്നത് നമ്മുടെ ഒരു ശീലമാണല്ലോ. ഇതൊരു റബ്ബർ തോട്ടമാണ്. തട്ടുകളായാണ് പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള 3 തട്ടുകൾ താഴേക്ക് ഇറങ്ങിയാൽ മോട്ടോർ പുരയുടെ സമീപത്തേക്ക്. മുകൾ ഭാഗത്ത് റബ്ബർ ആണെങ്കിലും താഴേക്ക് വാഴയും ജാതിയും നട്ടിരിക്കുന്നു. ആ കാണുന്ന വാഴയും ജാതിയും നനയ്ക്കുന്നതിന് വേണ്ടിയുള്ള മോട്ടോർ പുരയാണ് താഴെ. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകും എന്നറിയില്ല, കുത്തനെയുള്ള വഴിയാണ്. ഈ ഒരു തട്ടുകൂടെ താഴേക്ക് ഇറങ്ങിയാൽ മോട്ടോർ പുരയുടെ സമീപത്തേക്ക് എത്തും. ഇത്രയും ഉയരം നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത്. മൊത്തത്തിൽ ഹരിതാഭയും പച്ചപ്പുമാണ്. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും ലഭിക്കുക.